വെൽക്കം ടു AJ Endo Talks. ഇൻസുലിൻ തെറാപ്പിയൊക്കെ വെച്ച് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയാണ്. അതെങ്ങനെ എടുക്കും, അത് എന്തിനെടുക്കണം എന്നൊക്കെയാണ് ഒരു ചിന്ത എല്ലാവർക്കും. ഞാൻ ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള സ്റ്റെപ്സ് എല്ലാം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അതിന് മറ്റൊരാളുടെ ഹെൽപ്പോ ഒരു സിസ്റ്ററിൻ്റെയോ ഒരു ഹെൽത്ത് കെയർ വർക്കാരുടെ ഒരു ഹെൽപ്പോ ഒന്നും ആവശ്യമില്ല. ഈ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഒരു സൈഡ് എഫക്ട്സും ഇല്ലാതെ തന്നെ ഇൻസുലിൻ തെറാപ്പി കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുന്നതാണ്. പലപ്പോഴും ഉള്ളൊരു സംശയം, ഭക്ഷണത്തിന് മുമ്പാണോ ശേഷമാണോ ഇൻസുലിൻ എടുക്കേണ്ടതാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പലവിധ ഇൻസുലിനുകളുണ്ടെങ്കിലും ഒട്ടുമിക്ക ഇൻസുലിനും ഭക്ഷണത്തിന് മുമ്പാണ് എടുക്കേണ്ടത്. ചിലപ്പോൾ ചില ഇൻസുലിൻ ദിവസത്തിൽ ഒന്ന് എടുക്കേണ്ട ഇൻസുലിനൊക്കെ ടൈം അനുസരിച്ച് എടുക്കുന്ന ഇൻസുലിനും ഉണ്ട്. അപ്പോൾ അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾ സമയം നോക്കി ഇൻസുലിൻ എടുക്കണം. ഇപ്പോൾ നമ്മളൊരു പറയുന്നത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻസുലിൻ മിക്സ്ഡ് അല്ലെങ്കിൽ 30-70 ഇൻസുലിനെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ പൊതുവേ പറയുന്നത് ഒരു 15 അല്ലെങ്കിൽ 20 മിനിറ്റ് മുമ്പ് ഈ ഇൻസുലിൻ എടുക്കേണ്ടതാണ്. ഇപ്പോൾ പേഷ്യൻ്റ് ഒരു 8 മണിക്ക് അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തീരുമാനിക്കുകയാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ 7:30 തന്നെ പേഷ്യൻ്റ് ഇൻസുലിൻ ഫ്രിഡ്ജിൽ നിന്ന്, അതായത് ഇൻസുലിൻ്റെ വയൽ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെക്കേണ്ടതാണ്. അതായത് ഒരു 10 മിനിറ്റെങ്കിലും പുറത്ത് വെക്കണമെന്നാണ് പറയുന്നത്. ഇത് നമ്മൾ പറയുന്നത് തണുപ്പ് കുറയാൻ വേണ്ടിയാണ്. തണുപ്പോട് കൂടി ഇഞ്ചക്ഷൻ എടുക്കുകയാണെങ്കിൽ അതിന് പെയിൻ കൂടുതലാണെന്നാണ് കരുതുന്നത്. അതുപോലെ ചെയ്യേണ്ട മറ്റൊരു കാര്യം, ഇൻസുലിൻ എടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ രൂപം നോക്കേണ്ടതാണ്. അതിൻ്റെ രൂപമാറ്റങ്ങളോ അതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതുപോലെ ഡേറ്റും എക്സ്പയറി ഡേറ്റും എല്ലാം നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ രൂപത്തിലും ഇതുപോലെ തന്നെ പാല് പോലെയുള്ള ഇൻസുലിൻ ആണെങ്കിൽ അല്ലെങ്കിൽ കഞ്ഞിവെള്ളം പോലുള്ള ഇൻസുലിൻ ആണെങ്കിൽ നമ്മൾ ഇൻസുലിൻ എടുക്കുന്നതിന് മുമ്പ് ഇത് ഒരു 10 വട്ടം അല്ലെങ്കിൽ ഒരു 20 വട്ടമെങ്കിലും ചിലപ്പോൾ റൊട്ടേറ്റ് ചെയ്യേണ്ടി വരും. അതായത് മിക്സ്ഡ് പോലത്തുള്ള ഇൻസുലിൻ ആണെങ്കിൽ അത് കഞ്ഞിവെള്ള രൂപത്തിലാകുന്ന വരെ ഇത് റൊട്ടേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ടേൺ ചെയ്യാനും പറ്റും. ഇതുപോലെ തല തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 10-20 വട്ടം ആക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്തിട്ട് ഇതിൻ്റെ കഞ്ഞി രൂപത്തിൽ തന്നെ ആയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം എടുക്കേണ്ടതാണ്. അതേപോലെ നമ്മൾ സാധാരണ ചില ആളുകൾ ചെയ്യുന്നത് പോലെ വയലൻ്റായിട്ട് ഷെയ്ക്ക് ചെയ്യാനൊന്നും പാടില്ല. കാരണം ഇൻസുലിൻ നിർവീര്യമായി പോകുന്നതാണ്. ആദ്യമായി നമ്മൾ സിറിഞ്ച് എടുക്കുമ്പോൾ നമുക്ക് എടുക്കേണ്ട ഡോസ് എത്രയാണെന്ന് ആദ്യമേ മനസ്സിൽ കരുതുക. അത് അനുസരിച്ച് നമ്മളൊരു എടുക്കുന്നതിന് മുമ്പ് നമുക്കിപ്പോൾ ഉദാഹരണത്തിന് ഒരു പേഷ്യൻറ്റിന് 20 യൂണിറ്റ് ഇൻസുലിൻ എടുക്കണമെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ പേഷ്യൻറ്റിനോട് 20 യൂണിറ്റ് എയർ എടുക്കാൻ പറയുക. സിറിഞ്ചിൽ 20 യൂണിറ്റ് എയർ എടുത്തതിന് ശേഷം പേഷ്യൻറ്റിനോട് വയൽ എടുത്തിട്ട് ഇതുപോലെ ഗ്രാവിറ്റിയിൽ വെച്ചിട്ട് ഇതുപോലെ കുത്തിയതിന് ശേഷം ഈ ഉള്ള എയർ മുഴുവൻ ഇതിലേക്ക് പുഷ് ചെയ്യുക ബോട്ടിലേക്ക്. അപ്പോൾ നമ്മൾ 20 യൂണിറ്റ് ആണ് പറഞ്ഞത്. അപ്പോൾ 20 യൂണിറ്റ് എയർ നമ്മൾ ഇതിലേക്ക് പുഷ് ചെയ്തു. ഈ പുഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതേപോലെ തന്നെ വലിച്ചെടുക്കുക പുറകോട്ട്. അപ്പോൾ നമുക്ക് ഇൻസുലിൻ 20 വരെ ഫില്ല് ചെയ്യുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്തെന്ന് വെച്ചാൽ നമുക്ക് എയർ ബബിൾസ് ഒഴിവാക്കാൻ പറ്റുന്നതാണ്. നമ്മൾ നേരെ ഇൻസുലിൻ വയലിലേക്കാണ് കുത്തുന്നതെങ്കിൽ ചിലപ്പോൾ എയർ ബബിൾസ് വരും. അതോടെ തന്നെ നമ്മുടെ ഡോസേജ് മാറാനുമുള്ള സാധ്യതകളുണ്ട്. അതേപോലെ നമ്മൾ ഇപ്പോൾ ഇൻസുലിൻ വയലിന് പകരം കാട്രിഡ്ജാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, അതായത് പെന്നാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആദ്യമേ കാട്രിഡ്ജ് ഇതുപോലെ പെന്ന് ഏകദേശം ഇതുപോലെ ഇരിക്കും. ഇതിനൊരു അടപ്പും കാണും. അടപ്പ് ആദ്യമേ ഊരിയിട്ട് ഇതിന് മുകളിലുള്ള ഈ ഭാഗവും ഊരിയിട്ട് ഇതിലേക്ക് നമുക്ക് കാട്രിഡ്ജ് വെക്കാവുന്നതാണ്. അപ്പോൾ കാട്രിഡ്ജ് ഇതുപോലെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒരു ക്ലിക്ക് സൗണ്ട് കേൾക്കാവുന്നതാണ്. ക്ലിക്ക് സൗണ്ട് കേൾക്കുമ്പോൾ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടെന്നാണ് അർത്ഥം. അതിൻ്റെ മുകളിലേക്ക് ഇതിൻ്റെ നീഡിൽ, പെന്നിന് വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള നീഡിൽ തന്നെ യൂസ് ചെയ്യുക. അതിനും ഇതുപോലെ ഒരു ഔട്ടർ കവർ കാണും. അത് വെച്ചിട്ട് ഇത് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തതിന് ശേഷം ഈ ഔട്ടർ കവർ നമുക്ക് മാറ്റാവുന്നതാണ്. ഇത് കൂടാതെ നീഡിലിന് പുറത്ത് വേറൊരു ഇന്നർ കവർ കൂടിയുണ്ട്. ഇപ്പോൾ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഇന്നർ കവറും റിമൂവ് ചെയ്യേണ്ടതാണ്. റിമൂവ് ചെയ്തതിന് ശേഷം എപ്പോഴും കാട്രിഡ്ജ് മാറ്റുമ്പോഴും അതൊരു ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് മുമ്പ് ഇൻസുലിൻ വരുന്നുണ്ടോ എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടി ഒരു 2 യൂണിറ്റ് വെച്ചിട്ട് നമ്മളൊന്ന് പുഷ് ചെയ്യുക. പുഷ് ചെയ്യുമ്പോൾ ഡ്രോപ്സ് വരുന്നുണ്ടോ എന്ന് നോക്കുക. വന്നില്ലെങ്കിൽ ഡ്രോപ്സ് വരുന്നത് വരെ ഇതുപോലെ ചെയ്യുക. ഡ്രോപ്സ് വരുന്നുണ്ടെന്ന് മനസ്സിലായി അല്ലേ? ഡ്രോപ്സ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസുലിൻ എടുക്കാൻ പറ്റുന്ന സ്റ്റേജ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ ഇഞ്ചക്ഷൻ സൈറ്റ് തിരഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇൻസുലിൻ സിറിഞ്ച് ആണെങ്കിലും അതേപോലെ തന്നെ പെന്നാണെങ്കിലും 90 ഡിഗ്രി ആംഗിളിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അതായത് നമുക്ക് ഈ ഇഞ്ചക്ഷൻ എടുക്കേണ്ടത് കൊഴുപ്പിലാണ്, വെയിനിലോ അതേപോലെ സ്കിന്നിലോ അല്ല. അത് എൻഷുർ ചെയ്യുന്നതിന് സ്കിന്നൊന്ന് മടക്കുന്നത് നല്ലതായിരിക്കും. അതിനുശേഷം അപ്പോൾ കൊഴുപ്പ് തള്ളി നിൽക്കും. അപ്പോൾ ആ കൊഴുപ്പിലേക്ക് ഇഞ്ചക്ഷൻ 90 ഡിഗ്രി ആംഗിളിൽ കുത്തുക. ഇപ്പോൾ വളരെ മെലിഞ്ഞ ആൾക്കാർക്ക് ഇത് എന്തായാലും വേണ്ടി വരും. നല്ല വണ്ണമുള്ള ആൾക്കാർക്ക് നേരെ എടുക്കുമ്പോഴേ കൊഴുപ്പിൽ ചെല്ലുന്നതാണ്. ഇങ്ങനെ ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം പെന്നാണെങ്കിലും അതേപോലെ തന്നെ സിറിഞ്ച് ആണെങ്കിലും ഒരു 10 സെക്കൻഡെങ്കിലും വെയിറ്റ് ചെയ്യുക. അപ്പോൾ പേഷ്യൻറ്റിനോട് എടുക്കുന്ന ആളോട് ഒരു 10 വരെ കൗണ്ട് ചെയ്യാൻ പറയുക. കാരണം അവസാനത്തെ ഡ്രോപ്പ് വരുന്നതിന് കുറച്ച് സമയമെടുക്കും. അവസാനത്തെ ഡ്രോപ്പ് കൂടി എത്തിച്ചേരാൻ വേണ്ടിയാണ് ഒരു 10 സെക്കൻഡ് ഗ്യാപ്പ് പറയുന്നത്. അതിനുശേഷം മാത്രം വലിച്ചൂരുക. ഇൻസുലിൻ തെറാപ്പിക്ക് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ? ഉണ്ടെങ്കിൽ അവ എന്തൊക്കെയാണ്? നമ്മൾ പൊതുവേ പറയുന്നത് ഇൻസുലിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് ഹൈപ്പോഗ്ലൈസീമിയ, അതായത് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് 70 താഴെ വരുന്നൊരവസ്ഥ. അത് എപ്പോഴാണ് വരുന്നത്? ഇൻസുലിൻ എടുത്തിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക, അതുപോലെ ഇൻസുലിൻ തെറ്റായ ഡോസിലെടുക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ, അതുപോലെ ഇൻസുലിൻ എടുത്തിട്ട് അമിതമായ വ്യായാമം ചെയ്യുക, അങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഷുഗർ താഴ്ന്നു പോകാവുന്നതാണ്. അതുകൊണ്ട് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം ഇൻസുലിൻ ഡോസ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. ഇൻസുലിൻ എടുക്കുന്ന ആളുകളിൽ അവർക്ക് ഇതേപോലെ ഷുഗർ ഇടയ്ക്കിടയ്ക്ക് കുറയുന്നത് കൊണ്ട് ചിലപ്പോൾ അമിതമായ വിശപ്പുണ്ടാകുന്നു.
അപ്പോൾ അമിതമായ ഭക്ഷണം കഴിക്കാനുള്ള സാധ്യതയുണ്ട്, തന്മൂലം വെയിറ്റ് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പല ഇൻസുലിനുകളിലും വെയിറ്റ് ഗെയിൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ പുതുതായി വരുന്ന ഇൻസുലിനുകളിൽ വെയിറ്റ് ന്യൂട്രലായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ ഇതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതേ പ്രത്യേകിച്ചും അമിതവണ്ണമോ പൊണ്ണത്തടിയുള്ള ആളുകളാണെങ്കിൽ വെയിറ്റ് കൂടുമോ ഇല്ലയോ എന്നൊരു ഫാക്ടർ കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം ഇൻസുലിൻ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ. എന്നാൽ നമ്മളിപ്പോൾ ഇഞ്ചക്ഷൻ തെറ്റായ രീതിയിൽ ടെക്നിക്ക് ഉപയോഗിച്ച് ഇൻസുലിൻ എടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു സൈറ്റിൽ ഒരു ബ്ലീഡിങ് വരാനോ ചെറിയ ഹെമറ്റോമ ഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ ചിലപ്പോൾ ഈ നമ്മൾ കുത്തുന്ന സ്ഥലത്ത് എന്തെങ്കിലും രക്തക്കൊള്ളുകൾ ഉണ്ടെങ്കിൽ ചെറിയ ബ്ലീഡിങ് വരാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു മിനിറ്റ് മാത്രം അവിടെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് റിസോൾവ് ആയിക്കോളും. അതുപോലെ തന്നെ തുടർച്ചയായി ഒരു സൈറ്റിൽ തന്നെ ഇഞ്ചക്ഷൻ എടുക്കുകയാണെങ്കിൽ, സൈറ്റ് റൊട്ടേഷൻ ചെയ്യാതെ ഇഞ്ചക്ഷൻ എടുക്കുകയാണെങ്കിൽ അവിടെ തടിപ്പ് രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതിനാണ് ലൈപ്പോ ഹൈപ്പർട്രോഫി എന്ന് പറയുന്നത്. ഈ ലൈപ്പോ ഹൈപ്പർട്രോഫി വന്ന സൈറ്റുകളിൽ തുടർച്ചയായി ഇഞ്ചക്ഷൻ എടുക്കാൻ പാടുള്ളതല്ല. ഇങ്ങനെ എടുക്കുമ്പോൾ ഇൻസുലിൻ്റെ അബ്സോർപ്ഷൻ കുറയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ സൈറ്റ്സ് അവോയ്ഡ് ചെയ്തതിന് ഇഞ്ചക്ഷൻ എടുക്കുക. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ സൈറ്റ് റൊട്ടേഷൻ കറക്റ്റായി പാലിച്ച് ഇഞ്ചക്ഷൻ എടുക്കുകയാണെങ്കിൽ ലൈപ്പോ ഹൈപ്പർട്രോഫി ഒഴിവാക്കാവുന്നതാണ്. അതുപോലെ പണ്ട് കാലത്ത് ഇൻസുലിൻ്റെ രൂപം വെച്ച് പറയുകയാണെങ്കിൽ ആനിമൽ ഇൻസുലിൻ ഓർ ബോയൻ ഇൻസുലിൻ നമ്മൾ യൂസ് ചെയ്തിരുന്നു. അങ്ങനെ ഉള്ളപ്പോഴാണ് ഇൻസുലിൻ അലർജി കൂടുതലായി കണ്ടുവന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ റീകോമിനൻ്റ് DNA ടെക്നോളജി ഉപയോഗിച്ച് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അലർജി വളരെ കുറവായിട്ട് മാത്രമാണ് കാണുന്നത്. അലർജി ഉണ്ടെങ്കിൽ ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്ത് മറ്റ് തരത്തിലുള്ള തെറാപ്പി എടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇൻസുലിൻ തെറാപ്പി യൂസ് ചെയ്യുന്ന ആളുകൾ എല്ലാം തന്നെ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് സെൽഫ് മോണിറ്ററിംഗ് ഓഫ് ബ്ലഡ് ഗ്ലൂക്കോസ്. അതായത് രക്തത്തിലെ ബ്ലഡ് ഗ്ലൂക്കോസിൻ്റെ അളവ് ഇടയ്ക്കിടയ്ക്ക് നോക്കേണ്ടത് അത്യാവശ്യമാണ്. ഡെയിലി ഇഞ്ചക്ഷൻ എടുക്കുന്ന ആളുകളെല്ലാം തന്നെ ഒരു ഗ്ലൂക്കോസ് ചാർട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതിൽ ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരം രക്തത്തിലെ ബ്ലഡ് ഗ്ലൂക്കോസിൻ്റെ അളവ് നോക്കേണ്ടതാണ്. നമ്മൾ പൊതുവേ പറയുന്നത് 7 times നോക്കണമെന്നാണ്. അതായത് ബിഫോർ ആൻഡ് ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ്. ആഫ്റ്റർ എന്ന് പറയുന്നത് പൊതുവെ നമ്മൾ 2 hours ആണ് പറയുന്നത്. ബിഫോർ ആൻഡ് ആഫ്റ്റർ ലഞ്ച്, ബിഫോർ ആൻഡ് ആഫ്റ്റർ ഡിന്നർ, അറ്റ് ബെഡ് ടൈം. ഇപ്പോൾ ചിലപ്പോൾ ഹൈപ്പോഗ്ലൈസീമിക് റിസ്ക് കൂടുതലാണെങ്കിൽ 3 മണിക്കും ചിലപ്പോൾ രാവിലെ 3 മണിക്കും ബ്ലഡ് ഗ്ലൂക്കോസ് നോക്കാൻ പറയുന്നു. ഇനി വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു സംശയം, ഇൻസുലിൻ ആണോ മരുന്നാണോ ഏറ്റവും ബെസ്റ്റ് എന്നുള്ളതാണ്. ടൈപ്പ് 1 പ്രമേഹത്തിൻ്റെ കാര്യത്തിലാണ് നിസ്സംശയം പറയാം ഇൻസുലിൻ തെറാപ്പി മാത്രമേ ഉള്ളൂ അതിനുള്ളൊരു ഓപ്ഷൻ. അത് ഇൻസുലിൻ തന്നെ ലൈഫ് ലോങ് എടുക്കേണ്ടതാണ്. ടൈപ്പ് 2 പ്രമേഹത്തിൽ നമുക്ക് എപ്പോഴും ഫസ്റ്റ് ലൈനായിട്ട് പറയുന്നത് മരുന്നുകൾ തന്നെയാണ്. പക്ഷേ ചില സിറ്റുവേഷൻസിൽ, അതായത് നമുക്ക് പേഷ്യൻ്റ് ഇമീഡിയറ്റ് ആയിട്ടൊരു ബ്ലഡ് ഗ്ലൂക്കോസ് കൺട്രോൾ വേണമെങ്കിൽ, അതായത് സർജറിക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരു പേഷ്യൻറ്റ്, അതുപോലെ കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലും വരികയാണെങ്കിൽ, ഡയബറ്റിക് സങ്കീർണതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതേപോലെ തന്നെ ഒരു പേഷ്യൻറ്റിന് ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന ഒരു സമയത്ത് ക്രിട്ടിക്കൽ ഇൽനെസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം നമ്മൾ ഇൻസുലിനാണ് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. അതേപോലെ ഈ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് മാത്രം ചിലപ്പോൾ നമുക്ക് ഇൻസുലിൻ തെറാപ്പി സ്റ്റാർട്ട് ചെയ്തിട്ട് വൺസ് കൺട്രോൾ അറ്റൈൻ ചെയ്തതിന് ശേഷം വീണ്ടും ഗുളികയിലേക്ക് മാറ്റാവുന്നതാണ്. അതുകൊണ്ട് പലപ്പോഴും ആൾക്കാർക്ക് ഉണ്ടാകുന്നൊരു ഡൗട്ട്, ഇൻസുലിൻ തെറാപ്പി തുടങ്ങിയാൽ പിന്നെ അത് ലൈഫ് ലോങ് കണ്ടിന്യൂ ചെയ്യേണ്ടി വരില്ലെന്നാണ്. അപ്പോൾ ഇമീഡിയറ്റ് ബ്ലഡ് ഗ്ലൂക്കോസ് അറ്റൈൻ ചെയ്തിട്ട് നമ്മുടെ ടാർഗറ്റ് അറ്റൈൻ ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് മരുന്നുകളിലേക്ക് മാറാവുന്നതാണ്. അപ്പോൾ അതുപോലെ മരുന്നുകൾക്ക് പറയുന്ന മറ്റൊരു അഡ്വാൻറ്റേജ് ഇൻസുലിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇറങ്ങുന്ന പല പുതിയ മരുന്നുകൾ പാൻക്രിയാസിനെ മാക്സിമം ഡിസ്റ്റർബ് ചെയ്യാതെ മറ്റ് പല പാത്രീസിലൂടെയും ഇൻസുലിൻ സെക്രീഷൻ കൂട്ടുന്നതും, അതുപോലെ തന്നെ ഹാർട്ടിനും ലിവറിനും കിഡ്നിക്കും പ്രൊട്ടക്ഷൻ വരുന്ന പല മരുന്നുകൾ ഇപ്പോൾ നിരത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പറ്റുമെങ്കിൽ ഒരു എൻഡോക്രൈനോളജിനെ കണ്ട് മരുന്നുകളുടെ സെലക്ഷൻ കറക്റ്റായിട്ട് എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ ചില സിറ്റുവേഷനിൽ ടൈപ്പ് 2 പ്രമേഹത്തിലും 3-4 മരുന്നുകൾ കഴിച്ചിട്ടും ചിലപ്പോൾ ഷുഗർ കൺട്രോൾ ആകാതെ വരുന്നൊരു അവസ്ഥ നമ്മൾ OAD ഫെയിലിയർ എന്ന് പറയുന്നു. ആ സിറ്റുവേഷനിൽ നമുക്ക് ഇൻസുലിൻ വേണ്ടി വരുന്നു. പലപ്പോഴും ആളുകൾ വിചാരിക്കുന്ന ഇൻസുലിൻ എന്ന് പറയുന്നത് 2 നേരം എടുക്കേണ്ട ഒരു ഇഞ്ചക്ഷൻ എന്നാണ്. ചിലപ്പോൾ ചില ആളുകൾക്ക് ബേസൽ ഇൻസുലിൻ മാത്രം മതി. അങ്ങനെയാണെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ മതിയാകും. ചിലപ്പോൾ നമ്മുടെ ഭക്ഷണത്തിന് ശേഷമുള്ള ഗ്ലൂക്കോസ് കൂടി കൺട്രോൾ ആകാത്ത അവസ്ഥയിലാണ് ചിലപ്പോൾ മൾട്ടിപ്പിൾ ഇഞ്ചക്ഷൻസ് വേണ്ടി വരുന്നത്. അതേപോലെ തന്നെ ഇൻസുലിൻ സിറിഞ്ചും ഇൻസുലിൻ പെന്നും കൂടാതെ ഇൻസുലിൻ എടുക്കാൻ പറ്റുന്ന മറ്റൊരു ഡിവൈസാണ് ഇൻസുലിൻ പമ്പ്. അത് നമുക്ക് ടൈപ്പ് 1 ഡയബറ്റീസിൽ ഒരു പ്രത്യേകം ഓപ്ഷനെ കൺസിഡർ ചെയ്യാവുന്നതാണ്. എസ്പെഷ്യലി അവർക്ക് ഹൈപ്പോഗ്ലൈസീമിയുടെ റിസ്ക് കൂടുതലാണെങ്കിലോ, അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ടാർജറ്റ് കറക്റ്റായിട്ട് വരുന്നില്ലെങ്കിലോ, ഹൈപ്പോഗ്ലൈസീമിക് അൺഅവെയർനെസ് ഉണ്ടെങ്കിലോ എല്ലാം കൺസിഡർ ചെയ്യാവുന്നതാണ്. ടൈപ്പ് 2 ഡയബറ്റീസിൽ തന്നെ നമുക്ക് പേഷ്യൻസിൽ അവരുടെ ഈ ഇഞ്ചക്ഷൻ മൾട്ടിപ്പിൾ ഡോസ് ഇഞ്ചക്ഷൻ എടുത്തിട്ടും പ്രമേഹം കൺട്രോൾ ആകാതെ വരുമ്പോൾ ഇൻസുലിൻ പമ്പ് തെറാപ്പി കൺസിഡർ ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ്. പ്രമേഹ നിയന്ത്രണത്തിന് വളരെ ഫലപ്രദമായ ഒരു ചികിത്സാ രീതിയാണ് ഇൻസുലിൻ തെറാപ്പി. ടൈപ്പ് 1 പ്രമേഹമുള്ളവർക്ക് ലൈഫ് ലോങ് ഇൻസുലിൻ തെറാപ്പി കണ്ടിന്യൂ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ടൈപ്പ് 2 പ്രമേഹമുള്ള എല്ലാ ആളുകളും ജീവിതകാലം മുഴുവൻ ഇൻസുലിൻ തുടരണമെന്നില്ല. ഇൻസുലിൻ തുടങ്ങിയാലും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം അത് കണ്ടിന്യൂ ചെയ്യുക. അതുപോലെ ഇൻസുലിൻ എങ്ങനെ പ്രവർത്തിക്കുന്നു, ഇൻസുലിൻ എങ്ങനെ സ്റ്റോർ ചെയ്യണം, ഇൻസുലിൻ എങ്ങനെ കുത്തിവെക്കണം എന്നിവയെല്ലാം മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതേപോലെ ഇൻസുലിൻ തെറാപ്പി തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഡോക്ടറുമായി ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് അനുയോജ്യമായ ഇൻസുലിൻ തെറാപ്പി തിരഞ്ഞെടുക്കുക. അതുപോലെ ഇൻസുലിൻ തെറാപ്പി എടുക്കുന്ന എല്ലാ ആളുകളും ഫ്രീക്വൻ്റ് ആയിട്ട് തന്നെ ബ്ലഡ് ഗ്ലൂക്കോസ് മോണിറ്റർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ബ്ലഡ് ഗ്ലൂക്കോസ് മോണിറ്റർ ചെയ്ത് ഹൈപ്പോഗ്ലൈസീമിയയോ ഹൈപ്പർഗ്ലൈസീമിയോ ഇല്ലെന്ന് ഉറപ്പുവരുത്തുക. ഈ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഒരു സൈഡ് എഫക്ട്സും ഇല്ലാതെ തന്നെ ഇൻസുലിൻ തെറാപ്പി കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇൻസുലിൻ തെറാപ്പിയെ പറ്റിയോ പ്രമേഹത്തെ പറ്റിയോ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ദിസ് ഇസ് ഡോക്ടർ രാജേഷ് സൈനിങ് ഓഫ് ഫ്രം AJ Endotox. താങ്ക് യു.